നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പയ്യന്നൂർ രാമന്തളിയിൽ BJP നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞു. വാതിലും ജനലും തകർന്നു. ബോംബാക്രമണം ഒരാഴ്ചക്കിടെ രണ്ടാം തവണ. ചേലോറ പള്ളിപ്പൊയിലിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. ഒമ്നി വാൻ കത്തിക്കാൻ ശ്രമം. പുതിയ തെരുവിൽ കവർച്ചാ പരമ്പര. 7 കടകളിൽ മോഷണവും 1 കടയിൽ മോഷണ ശ്രമവും നടന്നു. ഭീതിയോടെ വ്യാപാരികൾ. കടയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യം. ജില്ലയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം കൊല്ലപ്പെട്ടത് 172 പേർ. പുതിയ തെരുവ് മേഖലയിൽ 2 മാസത്തിനിടെ മരിച്ചത് 6 പേർ. റോഡരികിൽ നിർത്തിയിടുന്ന ലോറികളും വാഹനങ്ങളുടെ അമിത വേഗതയും അപകട കാരണമാവുന്നു. പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് പരാതി. കണ്ണൂർ ജില്ലയിൽ 644 മന്ദുരോഗികൾ, 35 രോഗാണുവാഹകർ. മന്ദുരോഗ നിവാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാവും. ജില്ലാതല ഉദ്ഘാടനം ചിറക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. വാർത്തകൾ വിശദമായി. ചേലോറ പള്ളിപ്പൊയിലിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിനു നേരെ ആക്രമണം. 6 ജനൽ ഗ്ലാസുകൾ തകർത്തു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഒമ്നി വാൻ കത്തിക്കാൻ ശ്രമം. പള്ളിപ്പൊയിൽ മഹൽ ജമാഅത്ത് സെക്രട്ടറി LV അഷ്റഫിന്റെ വീടിനു നേരെയാണ് പുലർച്ചെ ആക്രമണം നടന്നത്. പള്ളിപ്പൊയിൽ മഹൽ ജമാഅത്ത് സെക്രട്ടറിയും കോൺഗ്രസ് അനുഭാവിയുമായ LV അഷ്റഫിന്റെ ഷഹമാസ് എന്ന വീടിന് നേരെയാണ് അക്രമം നടന്നത്. അക്രമം നടക്കുമ്പോൾ അഷ്റഫും ഭാര്യ റഷീദയും 3 മക്കളും വീട്ടിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് പുറത്തു വരുമ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. മുറ്റത്ത് നിർത്തിയിട്ട വാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനും ശ്രമമുണ്ടായി. അക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയമോ മറ്റ് സാമ്പത്തിക ഇടപെടലോ ഇല്ലെന്ന് LV അഷ്റഫ് പറഞ്ഞു. വണ്ടി കത്തിക്കാനുള്ള ഒരു ശ്രമം മണ്ണെണ്ണ ഒഴിച്ച് ഇതാക്കി 2 ലൈറ്റ് ഇട്ടപ്പോഴേ അക്രമങ്ങൾ ഓടി മറിഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത്. ഏകദേശം ഒരു 4ൽ കുറയാതെ ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് സമാനമായ സംഭവം യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറിയും അഷ്റഫിന്റെ ഭാര്യ സഹോദരനുമായ MK ബഷീറിന്റെ വീടിന് നേരെയും അക്രമമുണ്ടായിരുന്നു. ആവർത്തിച്ചുണ്ടാകുന്ന അക്രമത്തിൽ പരിഭ്രാന്തിയിലാണ് അഷ്റഫിന്റെ കുടുംബം. അഷ്റഫിന്റെ പരാതിയെ തുടർന്ന് ചക്കരക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തോട്ടട ഭാഗങ്ങളിൽ CPMന്റെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. അക്രമത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് കരുതുന്നു. CPM എടക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങളും പ്രചാരണ ബോർഡുകളുമാണ് വ്യാപകമായി നശിപ്പിച്ചത്. തോട്ടട SM കോളേജ്, ITI, ചാലാമ്പലം എന്നിവിടങ്ങളിലെ പ്രചാരണ സാമഗ്രികളാണ് നശിപ്പിച്ചത്. പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് രാഷ്ട്രീയ അക്രമങ്ങൾക്ക് വഴിമരുന്നിടാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുകയാണെന്ന് CPM ആരോപിച്ചു. 13, 14 തീയതികളിൽ കുറുവയിലാണ് എടക്കാട് ഏരിയ സമ്മേളനം നടക്കുന്നത്. പുതിയ തെരുവിൽ കടകളിൽ വ്യാപക കവർച്ച. ജമാഅത്ത് പള്ളിക്ക് സമീപത്തെ 7 കടകളിൽ മോഷണവും 1 കടയിൽ മോഷണ ശ്രമവും നടന്നു. ആസൂത്രിതമായ കവർച്ചയെ തുടർന്ന് വ്യാപാരികൾ ഭീതിയിലാണ്. പുതിയ തെരു ജമാഅത്ത് പള്ളിക്ക് സമീപത്തെ 7 കടയിൽ മോഷണവും 1 കടയിൽ മോഷണ ശ്രമവുമാണ് നടന്നത്. 3 തുണിക്കട, 2 മരുന്ന് കട, 1 പലചരക്ക് കട, 1 മൊബൈൽ ഷോപ്പ്, 1 ഫർണിച്ചർ കട എന്നിവിടങ്ങളിലാണ് മോഷണം. പുലർച്ചെ 1ഓടെയാണ് കവർച്ച നടന്നതെന്ന് കരുതുന്നു. സെൻട്രൽ ലോക്കില്ലാത്ത ഷട്ടറുകൾ തകർത്താണ് കവർച്ചക്കാർ കടയ്ക്കുള്ളിൽ കടന്നത്. പള്ളിക്ക് സമീപത്തെ 3 കടകളുടെ ഷട്ടർ വലിച്ചിളക്കി പൊക്കിയ നിലയിലായിരുന്നു. 1 കടയുടെയും പൂട്ട് തകർത്തിട്ടില്ല. 3-4 പേർ ചേർന്ന് സംഘമായാണ് കവർച്ചയ്ക്കെത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആസൂത്രിതമായ കവർച്ചയെ തുടർന്ന് വ്യാപാരികൾ ഭീതിയിലാണ്. വ്യാപാരികൾക്ക് മതിയായ സുരക്ഷയും കടകൾക്ക് സംരക്ഷണവും നൽകാൻ പോലീസുകാർ തയ്യാറാവണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് KK ജയൻ ആവശ്യപ്പെട്ടു. അതീവ ജാഗ്രത പുലർത്തുന്നതുകൊണ്ട് 1 വർഷത്തോളമായിട്ട് പുതിയ തെരുവിൽ എങ്ങനെയുള്ള ഒരു അക്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നലത്തെ ആ മഴ കൊണ്ടായിരിക്കാം പുതിയ തെരുവിൽ 7 ഷോപ്പുകൾ ഒരേ സിസ്റ്റത്തിലാണ്, ഷട്ടറിൻ്റെ മുൻഭാഗം മാത്രം പൊന്തിച്ചും കൊണ്ടുള്ള ഒരേ സിസ്റ്റത്തിലുള്ള ഒരു അക്രമമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അതിൽ നാട്ടുകാരടക്കം ഇവിടെ ഒരുപാട് ജനങ്ങൾ സംഭടിച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ, ആവശ്യമായ കാര്യങ്ങൾ എല്ലാം പോലീസ് ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. പോലീസുകാർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആഴ്ചകളായി പലയിടങ്ങളിലും നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ നിലച്ചിരിക്കുകയാണ്. അയൽ സംസ്ഥാന തൊഴിലാളികൾ ഒട്ടേറെ പേർ നാട്ടിലേക്ക് മടങ്ങി. ഇത്തരം പ്രതിസന്ധിയാവാം മോഷണത്തിന് കാരണമെന്ന് സംശയിക്കുന്നുണ്ട്. വളവട്ടണം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജില്ലയിൽ ഈ വർഷം റോഡ് അപകടങ്ങളിൽ കൊല്ലപ്പെട്ടത് 172 പേർ. ദേശീയപാതയിൽ വേളാപുരം പാലം മുതൽ പുതിയ തെരു ഹൈവേ വരെയുള്ള ഭാഗത്ത് 2 മാസത്തിനിടെ 6 പേരാണ് മരിച്ചത്. റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറികളും വാഹനങ്ങളുടെ അമിത വേഗതയുമാണ് ഇവിടെ അപകടങ്ങൾ പതിവാകാൻ കാരണം. കഴിഞ്ഞ 11 മാസത്തിനകം ജില്ലയിലെ റോഡുകളിൽ വാഹന അപകടങ്ങളിൽ കൊല്ലപ്പെട്ടത്
172 പേരാണ്. 1573 വാഹനാപകടങ്ങളിൽ പരിക്കേറ്റവർ 1600. ജില്ലയിലെ കുരുതിക്കണക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ദേശീയപാതയിൽ വേളാപുരം പാലം മുതൽ പുതിയ തെരു ഹൈവേ വരെയുള്ള ചെറിയ ദൂരപരിധിയിൽ നടന്നത് 100-ലേറെ അപകടങ്ങൾ. 2 മാസത്തിനിടെ മരിച്ചത് 6 പേർ. അപകടത്തിൽപ്പെടുന്നത് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ്. കാരണക്കാരാവുന്നത് അമിത വേഗതയിലോടുന്ന ബസ്സുകളും. പുതിയ തെരു ഹൈവേ മുതൽ ടോൾ ബൂത്ത് വരെ റോഡരികിൽ നിർത്തിയിടുന്ന സംസ്ഥാന അയൽ സംസ്ഥാന ലോറികൾ വാഹന ഗതാഗതത്തെ വല്ലാതെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ലോറികൾ ഇങ്ങനെ നിർത്തിയിരുന്നത് കാരണമൊന്ന് ഡെയിലി ആക്സിഡന്റ് ഇവിടെ പതിവാണ്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ട അവിടെ ഒന്ന് ഒരു കാർ അടിച്ചിട്ട് നിൽക്കുന്നതാണ്. ലോറിക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇട്ടിട്ട് അത് അങ്ങനെ ഡ്രൈവർമാർ ഒരു പോക്കാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആളുണ്ടാവില്ല. ഇവിടെ ട്രാഫിക്കിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ഇവിടെ. അത് ലോറിക്കാർ റിവേഴ്സ് എടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിച്ചിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ സെൻറ്റർ പിടിച്ചിട്ടാണ് അധികവും ബസ്സുകൾ വരിക. അപ്പോൾ കാൽനട യാത്രക്കാർക്ക് പോകാൻ വഴിയില്ല. ഈ ലോറികൾ ഇങ്ങനെ വെക്കുന്നത് കാരണമോ കാൽനട യാത്ര ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നിമിഷങ്ങളിൽ 10ഉം 20ഉം വാഹനങ്ങൾ പരക്കം പായുന്ന റോഡിൽ ഈ വിധം അനധികൃത പാർക്കിന് ആരാണ് അനുമതി നൽകിയത് എന്നറിയില്ല. വളപട്ടണം പോലീസിന് ഇക്കാര്യം അറിയാവുന്നതുമാണ്. നിരനിരയായി നിർത്തിയിടുന്ന ലോറികൾ കാരണം മറ്റു വാഹനങ്ങൾക്ക് മറികടന്നു പോകാൻ സാധിക്കുന്നില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഇത് പാർക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് സൈഡ് കൊടുക്കുന്നതിനെ കൊണ്ടും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് ഒരു ആംബുലൻസിൽ പോകുമ്പോൾ പെട്ടെന്ന് സൈഡാക്കാന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല. ലോറികളുടെ സൈഡിൽ വാഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എവിടെയായി കഴിഞ്ഞാൽ. കഴിഞ്ഞ ദിവസം വേളാപുരം പാലത്തിന് സമീപം നടന്ന വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ റജിയാണ് മരിച്ചത്. ആഴ്ചകൾക്ക് മുമ്പ് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറി വളപട്ടണം ഹൈസ്കൂളിലെ നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. ഇത്രയേറെ അപകട സാധ്യത ഉണ്ടായിട്ടും റോഡിൽ കർശനമായ നിയന്ത്രണമോ പോലീസ് കാവലോ ഏർപ്പെടുത്താത്തത് അത്ഭുതമാണ്. റോഡിൽ നടക്കുന്ന കൂട്ടക്കുരുതിക്ക് വളപട്ടണം പോലീസും കൂട്ടുനിൽക്കുന്നു എന്ന് ആരെങ്കിലും കരുതിയാൽ കുറ്റം പറയാനൊക്കില്ല. ദേശീയപാതയിൽ വാഹനങ്ങളുടെ അമിത വേഗത കണ്ടെത്താൻ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ കണ്ണടച്ചു. പാപ്പിനിശ്ശേരി ചുങ്കത്ത് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. പാപ്പിനിശ്ശേരി ദേശീയപാതയിൽ ചുങ്കത്ത് സ്ഥാപിച്ച ക്യാമറകളാണ് 1 മാസമായി പണിമുടക്കിയിരിക്കുന്നത്. അമിതവേഗത്തിൽ കടന്നുപോകുന്ന വാഹനങ്ങളെ കൊടുക്കാനായി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക സാങ്കേതിക മികവുള്ള ക്യാമറയാണ് ഇവിടെ സ്ഥാപിച്ചത്. ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലും പ്രത്യേകം തൂണുകളിലായി മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ക്യാമറകൾ കുറച്ചു ദിവസം പ്രവർത്തിച്ചിരുന്നു. പലർക്കും നിയന്ത്രിത വേഗം ലംഘിച്ചതിനുള്ള പിഴ നൽകുന്നതിനുള്ള അറിയിപ്പും കിട്ടിയിരുന്നു. പിലാത്തറ, കണ്ണൂർ, കാൾടെക്സ് എന്നിവിടങ്ങളിൽ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട്. കെൽട്രോണിന്റെ സാങ്കേതിക സഹായത്തോടെ മോട്ടോർ വാഹന വകുപ്പാണ് ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. മുന്നേ ഫിറ്റ് ചെയ്ത സമയത്ത് കുറച്ചൊരു ഫ്ലാഷ് അടിയുന്നുണ്ടെങ്കിലും ഇപ്പം ഒരു നോക്കുകുത്തി മാത്രമാണ് ഈ ക്യാമറ ഇപ്പോൾ ഇവിടെ. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഉണ്ടാക്കിയ ക്യാമറയാണ്. ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കി, എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നുള്ള ഒരവസ്ഥയും ഇവിടെയുള്ള ഒരു ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നില്ല. മുന്നേ ഇവിടെ ഒരു സ്പീഡ് കൺട്രോളിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഈ ക്യാമറ വന്ന അന്ന് മുതൽ ആ ചെക്കിങ്ങും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇതിലൂടെ പോകുന്ന ബസ്, മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ ബസ്സാണ്, വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പയ്യന്നൂർ രാമന്തളിയിൽ BJP നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞു. വാതിലും ജനലും തകർന്നു. ബോംബാക്രമണം ഒരാഴ്ചക്കിടെ 2ാം തവണ. ചേലോറ പള്ളിപ്പൊയിലിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. ഒമ്നി വാൻ കത്തിക്കാൻ ശ്രമം. പുതിയ തെരുവിൽ കവർച്ചാ പരമ്പര. 7 കടകളിൽ മോഷണവും 1 കടയിൽ മോഷണ ശ്രമവും നടന്നു. ഭീതിയോടെ വ്യാപാരികൾ. കടയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യം. ജില്ലയിൽ റോഡപകടങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം കൊല്ലപ്പെട്ടത് 172 പേർ. പുതിയ തെരു മേഖലയിൽ 2 മാസത്തിനിടെ മരിച്ചത് 6 പേർ. റോഡരികിൽ നിർത്തിയിടുന്ന ലോറികളും വാഹനങ്ങളുടെ അമിത വേഗതയും അപകട കാരണമാവുന്നു. പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് പരാതി. കണ്ണൂർ ജില്ലയിൽ 644 മന്ദുരോഗികൾ, 35 രോഗാണുവാഹകർ. മന്ദുരോഗ നിവാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാവും. ജില്ലാതല ഉദ്ഘാടനം ചിറക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Diamonds from Bima. Koili Heart Center, Koili Hospital, Kannur. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. Perfect 10 from Kalyan Silks.
മംഗല്യപ്പട്ടിന് ഇനി 10-ൽ 10 പെടുത്തും. റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന, കണ്ണൂർ. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലയിൽ മന്ദരോഗികളുടെ എണ്ണം 644. പ്രീ-MDA സർവേയുടെ ആഭിമുഖ്യത്തിലാണ് 640 മന്ദരോഗികളും 35 രോഗാണുവാഹകരും ഉണ്ടെന്ന് കണ്ടെത്തിയത്. മന്ദരോഗ വ്യാപനം തടയുന്നതിന് ഈ മാസം 14 മുതൽ 20 വരെയും ജനുവരി 4 മുതൽ 10 വരെയും മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ 644ഓളം മന്ദരോഗികളെയും 35ഓളം രോഗാണുവാഹകരെയുമാണ് കണ്ടെത്തിയത്. അഴീക്കോട്, വളപട്ടണം, ചിറക്കൽ, തളിപ്പറമ്പ്, കണ്ണപുരം, പെർളശ്ശേരി, മുഴപ്പിലങ്ങാട്, ചൊക്ലി, ധർമ്മടം, എടക്കാട്, കുറുമാത്തൂർ, ഇരുവേരി, തലശ്ശേരി നഗരസഭ എന്നീ മേഖലകളിൽ നിന്നാണ് രോഗവാഹകരെ കണ്ടെത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലും രോഗവ്യാപനം നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സർവേ പ്രകാരം മരുന്ന് കഴിക്കാൻ യോഗ്യരായ 23,98,908 പേർ ജില്ലയിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയ മന്ദരോഗ നിവാരണ സമൂഹ ചികിത്സാ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം തിങ്കളാഴ്ച ചിറക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ സരള നിർവഹിക്കും. ഡിസംബർ 14 മുതൽ 20 വരെയും ജനുവരി 4 മുതൽ 10 വരെയും നടക്കുന്ന പ്രവർത്തനങ്ങൾക്കായി 13,500 വളണ്ടിയർമാരെയും 1,350 സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 29 കേസുകളാണ് കിട്ടിയിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കൂട്ടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ദേശീയ മന്ദരോഗ നിവാരണ സമൂഹ ചികിത്സാ പരിപാടി അഥവാ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പരിപാടി നമ്മളിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 9 റൗണ്ട് പൂർത്തീകരിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 2015 എലിമിനേഷൻ ഓഫ് ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്നുള്ള രീതിയിലാണ് ഈ പ്രോഗ്രാം നടപ്പാക്കുന്നത്. തെരുവ് പട്ടികളെ നിയന്ത്രിക്കാൻ തിരുവനന്തപുരം മോഡൽ വന്ധ്യകരണം നടപ്പിലാക്കുമെന്ന് കണ്ണൂർ നഗരസഭ അധ്യക്ഷ റോഷ്നി ഖാലിദ് സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഇതിനായി അടുത്ത ദിവസം തിരുവനന്തപുരം സന്ദർശിക്കും. കണ്ണൂർ നഗരത്തിലെ തെരുവ് നായശല്യം പരിഹരിക്കണമെന്ന് കൗൺസിൽ യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. കണ്ണൂർ നഗരസഭാ പരിധിയിൽ തെരുവ് നായ്ക്കളുടെ വർധന തടയാൻ ആദ്യഘട്ടമായി തെരുവ് പട്ടിക്കുട്ടികളെ പിടികൂടി വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും. വളർത്തുപട്ടികൾക്കും മൃഗാശുപത്രിയിൽ വന്ധ്യംകരണ ശസ്ത്രക്രിയ നൽകും. പദ്ധതിക്കായി 2 ലക്ഷം രൂപ വകയിരുത്തുകയും ഉപകരണങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പട്ടികളുടെ വർധന തടയാൻ വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന അനിമൽ ബേർഡ് കൺട്രോൾ പദ്ധതി ആയിരിക്കും നടപ്പാക്കുക. തിരുവനന്തപുരത്ത് നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ തന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയും ആരോഗ്യ വിഭാഗം സൂപ്രണ്ടും സ്ഥലം സന്ദർശിക്കുമെന്നും നഗരസഭ അധ്യക്ഷ അറിയിച്ചു. ആനിമൽ ബർത്ത് കൺട്രോളിലൂടെ ഈ വർദ്ധിച്ചു വരുന്ന പട്ടികളുടെ ഈ വർധനവ് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഈ വിലയിരുത്തൽ. അതിനുവേണ്ടി ആദ്യം സർവേ നടത്തി ഹെൽത്ത് ജീവനക്കാരെ കൊണ്ട് ഒരു ഏകദേശം ഈ കണ്ണൂർ നഗരസഭാ പരിധിയിൽ എത്ര പട്ടികളുണ്ട് എന്നതിൻ്റെ കണക്കെടുത്തപ്പോൾ മൊത്തമായി എടുക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ പോലും 1000-ൽ കൂടുതൽ പട്ടികൾ കണ്ണൂർ നഗരസഭാ പരിധിയിൽ തന്നെ അലഞ്ഞു നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 ലക്ഷം രൂപ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പദ്ധതി വിഹിതത്തിൽ നിന്നും ഈ പ്രോഗ്രാമിന് വേണ്ടി ഈ ചെറിയൊരു എമൗണ്ട് വെക്കുകയും അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി. കണ്ണൂരിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണനയ്ക്ക് വന്ന 53 കേസുകളിൽ 24 കേസുകളിൽ തീർപ്പായി. വസ്തുസംബന്ധമായ പരാതികളാണ് കൂടുതലായും അദാലത്തിൽ വന്നത്. വസ്തുസംബന്ധമായ തർക്ക കേസുകളാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. ദാമ്പത്യ തർക്കങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു. BP പരിശോധിക്കാൻ പോയ ഒരു ഉദ്യോഗസ്ഥയോട് ഡോക്ടർ മോശമായി പെരുമാറിയ സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കുകയും കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പയ്യന്നൂരിലെ മറ്റൊരു ഡോക്ടർക്കെതിരെയും പരാതി വന്നിരുന്നു. ഒരു ഡോക്ടർക്കെതിരെ അതാണ് നമ്മൾ സമൂഹത്തോട് പറയേണ്ടത്. അതൊരു ഉദ്യോഗസ്ഥ BP നോക്കാൻ വേണ്ടി പോയിട്ട് അവിടുന്ന് ഡോക്ടർ മോശമായി മൊളസ്റ്റേഷൻ നടത്തി എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നില്ല, എവിടെയാ ഉദ്യോഗസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല, ഏതാ ഡോക്ടർ എന്നും പറയുന്നില്ല, ഏതാ ഹോസ്പിറ്റൽ എന്നും പറയുന്നില്ല. പക്ഷേ ഡോക്ടേഴ്സ് ഹാൻഡ് ഈസ് ദ എക്സ്റ്റെൻഡഡ് ഹാൻഡ് ഓഫ് ദ ഗോഡാണ്. ഒരു ഉദ്യോഗസ്ഥ, വിദ്യാസമ്പന്നയായ ഒരു ഉദ്യോഗസ്ഥ പോലും ഒരു ഡോക്ടർക്ക് പോയാൽ ഇത്തരം അനുഭവമാണെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്തായിരിക്കും? പക്ഷെ അത് നന്നായി പോലീസിൽ പിറ്റേ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളിപ്പോൾ പോലീസുമായി അന്വേഷണം നടത്തിയതിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. 53 കേസുകളാണ് കമ്മീഷന് മുമ്പാകെ എത്തിയത്. ഇതിൽ 24 കേസുകൾ ഒത്തുതീർപ്പാക്കി. 14 കേസുകൾ കൂടുതൽ നടപടികൾക്കായി വിട്ടുകൊടുത്തു. കക്ഷികൾ ഹാജരാവാത്തതിനാൽ 12 കേസുകൾ അടുത്ത അദാലത്തിലേക്ക് പരിഗണിക്കാനും തീരുമാനമായി.
കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കണ്ണൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി അഴിമതി ആരോപണം ഉണ്ടാക്കപ്പെട്ടിട്ടും അധികാരത്തിൽ അമർന്നിരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് പ്രതിപക്ഷവും നീങ്ങുന്നതെന്ന് കെ. രാധാകൃഷ്ണൻ പറഞ്ഞു. അഴിമതി ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ. പി. അരുൺ അധ്യക്ഷത വഹിച്ചു. സച്ചിൻ പി. കിരൺ, ടി. ബിജു തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിനെതിരെ എളയാവൂർ സെൻട്രൽ LP സ്കൂൾ മുഖ്യ അധ്യാപകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ പി. മാധവൻ നൽകിയ പരാതി ലോകായുക്ത ഫയലിൽ സ്വീകരിച്ചു. സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ തനിക്കെതിരായി സ്വീകരിച്ച നിയമവിരുദ്ധമായ സസ്പെൻഷൻ വിദ്യാഭ്യാസ മന്ത്രി അന്യായമായി നീട്ടിയതിന് എതിരെയാണ് പരാതി. വത്സൻ മഠത്തിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പോലീസ് സഹകരണ സൊസൈറ്റി ഹാളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി ടി. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. UPS സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും പുനർനാമകരണം ചെയ്താണ് NDA സർക്കാരിന്റെ ഇപ്പോഴത്തെ പദ്ധതികൾ. ബാങ്കിംഗ് മേഖലയിൽ ATM സർവീസിന് പോലും നിയന്ത്രണം വരുത്തി ജനങ്ങളുടെ രക്തം കുടിക്കുകയാണ് മോദി സർക്കാർ എന്ന് ടി. സിദ്ദിഖ് പറഞ്ഞു. രാഷ്ട്രീയത്തെയും സിവിൽ സർവീസിന്റെ ചില മേഖലകളെയും അതുപോലെ വിവിധ സംവിധാനങ്ങളെയുമൊക്കെ പ്രത്യേകമായ മൂല്യച്ചുതിയുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്ന ഒരു ഘട്ടത്തിൽ സിവിൽ സർവീസിന്റെ നേതൃപരമായ പങ്കുവഹിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഗൗരവതരമായ ചില നിരീക്ഷണങ്ങൾക്കും അതുപോലെ സ്വയം വിലയിരുത്തലുകൾക്കും ഒക്കെ വിധേയമായിക്കൊണ്ട് കടന്നുപോകുന്ന സമ്മേളനത്തിന്റെ ഒരു സന്ദർഭമാണ്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, അലവൻസുകൾ അനുവദിക്കുക, കമ്മ്യൂട്ടേഷൻ 50% ഉയർത്തുക, പെൻഷൻ പ്രായം 60 ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. KGOU ജില്ലാ പ്രസിഡന്റ് വി. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. വി. ശശീന്ദ്രൻ, സുദീപ് ജെയിംസ്, NP ജയകൃഷ്ണൻ, തങ്കമ്മ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റ് സമ്മേളനം IMA ഹാളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി ടി. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപിള്ളയുടെ സ്മാരക മന്ദിരം തകർക്കുന്ന രീതിയിൽ കേരളത്തിലെ CPM അധപ്പതിച്ചുവെന്ന് ടി. സിദ്ദിഖ് പറഞ്ഞു. അവരുടെ പാർട്ടിക്കിടയിലുള്ള വിഭാഗീയത എവിടേക്ക് എത്തി എന്ന് ചോദിച്ചാൽ തന്റെ സ്വന്തം പിതാവിന്റെ കരണത്തടിക്കുന്നതിന് തുല്യമായി, സ്വന്തം പിതാവിന്റെ വധശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് തുല്യമായി കൃഷ്ണപിള്ളയുടെ സ്വന്തം സ്മാരക മന്ദിരം തകർക്കുന്ന രീതിയിലേക്ക് CPIMന്റെ വിഭാഗീയത എത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി PM ബാബുരാജ്, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മീറ വത്സൻ, TK നൂറുനുസ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. UDF ജില്ലാ ചെയർമാൻ പ്രൊഫസർ AD മുസ്തഫ കണ്ണൂർ കോർപ്പറേഷൻ യാഥാർത്ഥ്യമാകുമ്പോൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ അവാർഡ് നേടിയ K. പ്രമോദിനെ ചടങ്ങിൽ ആദരിച്ചു. സെന്റ് തെരേസസ് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. 30ഓളം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഉണ്ണിയേശുവിനെ കുറിച്ചുള്ള നാടകം ശ്രദ്ധേയമായി. ഉണ്ണിയേശുവിന്റെ ജനന സമയത്ത് സ്വർഗത്തിലുണ്ടായ ചർച്ചയായിരുന്നു നാടകത്തിലെ പ്രധാന വിഷയം. 30ഓളം വിദ്യാർത്ഥികൾ അണിനിരന്ന നാടകം വിദ്യാർത്ഥിനികൾക്ക് പുതിയൊരു അനുഭവമായി. തുടർന്ന് വിദ്യാർത്ഥിനികൾ കരോൾ ഗാനം ആലപിച്ചു. ഓരോ ക്രിസ്മസും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ആശയമാണ് നൽകുന്നതെന്ന് മുഖ്യാതിഥി ഫാദർ റോബിൻ ഡാനിയൽ പറഞ്ഞു. ജനങ്ങളുടെ ആ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മതപുരോഹിതന്മാരും ആൺ ദൈവങ്ങളും ശൈലി മാറ്റണം എന്ന് ജനം പറയുന്നുണ്ട്. അന്ധകാരത്തിൽ അഹന്തയോടുകൂടിയിട്ട് ജീവിക്കുന്ന ജനം ശൈലി മാറ്റണം എന്നെല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ഈ മാറ്റപ്പെടുന്ന ശൈലിക്ക് പകരം ജനിക്കേണ്ട ശൈലി എന്താണ്? അതാണ് ക്രിസ്മസ് പറയുന്നത്. വീണ്ടും
ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ആകർഷണമായ സാന്താക്ലോസിന്റെ ആഗമനം വിദ്യാർത്ഥിനികളെ ആവേശഭരിതമാക്കി. സാന്താക്ലോസ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തും വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചവിട്ടിയും ക്രിസ്മസ് ആഘോഷം മറക്കാനാവാത്ത അനുഭവമാക്കി. പ്രിൻസിപ്പൽ സിസ്റ്റർ ബെറ്റി, പ്രധാനാധ്യാപിക സിസ്റ്റർ ലീസ ജേക്കബ്, സിസ്റ്റർ ലേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി പ്രാദേശിക വാർത്തകൾ. കാട്ടാമ്പള്ളി കോട്ടക്കുന്ന് പ്രദേശവാസികളുടെ വീട്ടുകിണറിൽ ഉപ്പുവെള്ളം കയറുന്ന സംഭവം ഫണ്ടില്ലാത്തതിനാൽ പരിഹാര നടപടികൾ പെട്ടെന്നെടുക്കാൻ കഴിയില്ലെന്ന് ചിറക്കൽ പഞ്ചായത്ത് അധികൃതർ. ഇത് സംബന്ധിച്ച് സിറ്റി ന്യൂസ് വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. ഇതിനായി 5 ലക്ഷത്തോളം രൂപ സർക്കാർ അനുവദിച്ചിരുന്നുവെങ്കിലും തിരിച്ചു വാങ്ങിയതാണ് പ്രശ്നമായതെന്നും ചിറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.കെ. സതീശൻ പറഞ്ഞു. കോട്ടക്കുന്നിലെ പ്രദേശവാസികളുടെ വീട്ടുകിണറ്റിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ചിറക്കൽ പഞ്ചായത്ത് നടത്തിയ ശ്രമങ്ങൾ പാഴാവുകയാണ്. കാട്ടാമ്പള്ളിയിലെ 3 ഷട്ടറുകൾ തുറക്കുന്നതിനും പ്രശ്നം പരിഹരിക്കുന്നതിനും ആവശ്യമായ തുക 47,60,000 രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രയാസം മൂലം അനുവദിച്ച തുക തിരിച്ചു ചോദിച്ചിരിക്കുകയാണെന്ന് ചിറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.വി. സതീശൻ പറഞ്ഞു. എന്നാൽ നമ്മുടെ പഞ്ചായത്തിലെ ഇപ്പം കാണുന്ന ഭൂരിഭാഗം പ്രദേശത്തുള്ള ഉപ്പുവെള്ളം കയറുന്നതിൽ ഒരു പരിഹാരം കാണണമെന്നുള്ള നിലക്ക് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയും ഒരു 3 സ്ഥലത്ത് BCB നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് BCB ഉണ്ടാക്കാമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് 47,60,000 രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ ഗവൺമെൻറ് ഇപ്പോൾ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടതിന് ശേഷം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഗവൺമെൻറ് ഇപ്പോൾ ആ ഫണ്ട് സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ തിരിച്ചുപിടിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 4 വർഷമായി പ്രദേശവാസികൾ ശുദ്ധജലം കിട്ടാതെ വലയുകയാണ്. ഇതുമൂലം മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങളാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുകയാണ്. പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഞ്ചരക്കണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ റോഡ് ഉടൻ ടാർ ചെയ്യുക, ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പക്ഷപാതിത്വം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഞ്ചരക്കണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ നടത്തിയത്. CPM ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും വികസന മുരടിപ്പിലാണ് എന്നും CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് നൽകുന്ന തിട്ടൂരമനുസരിച്ചാണ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്നും കെ. ജയരാജൻ കുറ്റപ്പെടുത്തി. പറ്റാത്ത രീതിയിൽ കുണ്ടും കുഴികളും നിറഞ്ഞ് മാസങ്ങളേറെയായി. അത് പരിഹരിക്കാൻ നമ്മുടെ പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതേക്കുറിച്ച് ആലോചിക്കാൻ, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് നേരം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ് മുഴപ്പാല ചോരയംകുണ്ട് റോഡ്. ബസ് സർവീസ് നടത്തുന്ന റോഡാണ്. ആ റോഡിന്റെ ദയനീയ അവസ്ഥ കുറേ മാസക്കാലമായി നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാൽനട യാത്രക്കാർക്ക് പോലും സുഗമമായി യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതീവ ഗുരുതരമായി മാസങ്ങളായിട്ട് പോലും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. കെ. പ്രശാന്ത്, ഇ. ബാബു, വി. ബാലൻ, KP അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM എടക്കാട് ഏരിയ സമ്മേളനത്തിന് മറ്റന്നാൾ കുറുവയിൽ തുടക്കമാവും. സമ്മേളനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി ഓഫീസുകൾ ഒരുക്കുന്നതിൽ മത്സരം സംഘടിപ്പിച്ചു. മികച്ച അലങ്കാരത്തിനുള്ള സമ്മാനം കുറുവ സൗത്ത് ബ്രാഞ്ചിന് ലഭിച്ചു. CPIM എടക്കാട് ഏരിയ സമ്മേളനത്തിന് ആതിഥ്യമരുളുന്ന കുറുവയിൽ ഓരോ പാർട്ടി ബ്രാഞ്ചുകളും ഓരോ സംഘാടക സമിതി ഓഫീസുകളും മത്സര ബുദ്ധിയോടെയാണ് അലങ്കരിച്ചത്. മികച്ച നിലയിൽ അലങ്കരിച്ച കുറുവ സൗത്ത് ബ്രാഞ്ചിനാണ് എടക്കാട് ഏരിയ സമിതിയുടെ സമ്മാനം. വിജയകരമായ പ്രവർത്തനം നടത്തുക എന്ന ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു സംഘാടക സമിതി ഓഫീസ് കെട്ടാൻ തീരുമാനിച്ചത്. നമ്മുടെ ഈ ബ്രാഞ്ച് അതിർത്തിയുള്ള പ്രവർത്തകർ, അനുഭാവികളും പാർട്ടി ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംഘാടക സമിതി ഓഫീസ് നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രദേശത്തെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് സംഘാടക സമിതി ഓഫീസ് നിർമ്മാണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പാർട്ടിയുടെ 21ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായാണ് ഒരു ഏരിയ സമ്മേളനം ആദ്യമായാണ് കുറുവയിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ രീതിയിലുള്ളൊരു സംഘാടക സമിതി ഓഫീസ് നിർമ്മിച്ചത്.
മറ്റന്നാൾ രാവിലെ കരാർനകം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ടി.പി. രാജീവ് നഗറിൽ പ്രതിനിധി സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. 12 ഉച്ചയോടെ പതാക ജാഥ പെർളശ്ശേരിയിലെ AKG സ്മൃതി മണ്ഡപത്തിൽ നിന്നും, കൊടിമര ജാഥ മുഴപ്പിലങ്ങാട് KP ഗോവിന്ദൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. പൊതുസമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇടതുപക്ഷ ഐക്യമുന്നണി ജില്ലാ കൺവെൻഷനും പൊതുസമ്മേളനവും ശനിയാഴ്ച തലശ്ശേരിയിൽ നടക്കും. LUF സംസ്ഥാന ചെയർമാൻ KS ഹരിഹരൻ, M രാജൻ, GS പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിലെ സർക്കാരിനെയും പ്രതിപക്ഷ മുന്നണിയെയും ബാധിച്ച രാഷ്ട്രീയ ജീർണത തുറന്നു കാണിക്കുന്നതിനാണ് കൺവെൻഷനും പൊതുയോഗവും നടത്തുന്നത് എന്ന് RMP ജില്ലാ സെക്രട്ടറി PP മോഹനൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഏത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായാലും, എത്ര രൂക്ഷമായിട്ടുള്ള ജനദ്രോഹ നടപടികൾ ഉണ്ടായാലും കേരളത്തിൽ അത് വലുതായൊന്നും അനുഭവപ്പെടാതിരിക്കാൻ മാത്രമുള്ള ചില രാഷ്ട്രീയ പ്രവർത്തന ശൈലി കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഐക്യമുന്നണിയായാലും ഇടതുപക്ഷ മുന്നണിയായാലും ഇതിലെല്ലാമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇടതുപക്ഷ മനസ്സുണ്ട്. SDPIയുടെ ആഭിമുഖ്യത്തിൽ കപ്പക്കടവിൽ പൊതുയോഗവും ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സുനീർ പൊയ്ത്തുംകടവ് അധ്യക്ഷത വഹിച്ചു. C മഷൂദ്, നൌഫൽ കപ്പക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ മണ്ണിൽ കണ്ണൂർ വന്നിട്ട് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ 10 കോടി ആൾക്കാർ ഇന്ത്യയിൽ ദളിതരായി ജനിച്ചതിന്റെ പേരിൽ, ആദിവാസികളായതിന്റെ പേരിൽ, മുസ്ലിങ്ങളായതിന്റെ പേരിൽ അഭയാർത്ഥികളെ പോലെ റേഷൻ കാർഡ് ഇല്ലാതെ ഇന്ത്യയിൽ അലഞ്ഞു തിരിയുന്നുണ്ടോ എന്ന് ഗവൺമെന്റ് കണക്ക് പറയുമ്പോൾ ഈ 10 കോടിയെയും ഇന്ത്യയിലെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു വലിയ ദൗത്യം നമുക്ക് നിർവഹിക്കാം. കണ്ണൂർ രൂപത ലത്തീൻ കത്തോലിക്ക സമുദായ ദിനാചരണം ഞായറാഴ്ച ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ നടക്കും. കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KC ജോസഫ്, PK ശ്രീമതി MP, AP അബ്ദുള്ളക്കുട്ടി MLA തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, ക്രിസ്തുമസ് കോഡ് വിതരണം എന്നിവയും നടക്കും. കണ്ണൂർ മുതൽ നെയ്യാറ്റിൻകരയുള്ള 12 ലാറ്റിൻ കത്തോലിക്ക രൂപതകളുടെ ഉന്നത നയരൂപീകരണ സമിതിയാണ്. 12 രൂപതകളിലെ മെത്രാന്മാരും വൈദിക സന്യസ്ത അൽമായ പ്രതിനിധടങ്ങുന്ന ഒരു സമിതിയാണ് ഈ കേരളത്തിലെ ലാറ്റിൻ സഭയിലെ എല്ലാ ആധ്യാത്മികവും ഭൗതികവും സാമൂഹികവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളിലും നയങ്ങൾ രൂപീകരിച്ച് ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം നാളെയും മറ്റന്നാളും പയ്യന്നൂരിൽ നടക്കും. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സര വിജയികൾക്ക് ഡോക്ടർ P ബാലകൃഷ്ണൻ സമ്മാനങ്ങൾ നൽകും. K പ്രകാശൻ, N പ്രേമരാജൻ, V വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിക്കും. സ്വകാര്യ മേഖലയിലെ അനധ്യാപക ജീവനക്കാർ വലിയ പ്രതിസന്ധിയാണിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് എടുക്കുന്ന ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി നിലവിലുള്ള തസ്തികകൾ പോലും ഇല്ലാതാക്കുന്ന സംവിധാനമാണ് ഇന്ന് നാട്ടിലുള്ളത്. സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ് സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി. സ്വർണം പവന് 80 രൂപ കൂടി, ഗ്രാമിന് 2535 രൂപ, പവന് 20,280 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ, 10 ഗ്രാമിന് 420 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പയ്യന്നൂർ രാമന്തളിയിൽ BJP നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞു. വാതിലും ജനലും തകർന്നു. ബോംബാക്രമണം ഒരാഴ്ചക്കിടെ 2ാം തവണ. ചേലോറ പള്ളിപ്പൊയിലിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. ഒമ്നി വാൻ കത്തിക്കാൻ ശ്രമം. പുതിയ തെരുവിൽ കവർച്ചാ പരമ്പര. 7 കടകളിൽ മോഷണവും 1 കടയിൽ മോഷണ ശ്രമവും നടന്നു. ഭീതിയോടെ വ്യാപാരികൾ. കടയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യം.
ജില്ലയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഈ വർഷം കൊല്ലപ്പെട്ടത് 172 പേർ. പുതിയ തെരു മേഖലയിൽ 2 മാസത്തിനിടെ മരിച്ചത് 6 പേർ. റോഡരികിൽ നിർത്തിയിടുന്ന ലോറികളും വാഹനങ്ങളുടെ അമിത വേഗതയും അപകട കാരണമാവുന്നു. പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് പരാതി. കണ്ണൂർ ജില്ലയിൽ 644 മന്ദുരോഗികൾ, 35 രോഗാണുവാഹകർ. മന്ദുരോഗ നിവാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാവും. ജില്ലാതല ഉദ്ഘാടനം ചിറക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.